ശ്രീ മഹേഷ് പണിക്കർ, ഇവരൊന്നും ചില്ലറക്കാരല്ല. അന്വേഷണം അട്ടിമറിക്കാൻ സ്വാധീനമുള്ളവരെന്ന് കോടതി തന്നെ പറഞ്ഞവരാണ്, SIT പറഞ്ഞവരാണ്. ഈ പോറ്റി, ഗോവർദ്ധൻ, ഭണ്ഡാരിക്കൊക്കെ വേണ്ടി സുപ്രീം കോടതിയിലടക്കം ട്രയലിനിറങ്ങാൻ തയ്യാറായ ബെഞ്ചിലിരിക്കുന്ന വക്കീലന്മാരുടെ പേര് കേൾക്കുന്നത് സത്യമാണെങ്കിൽ കോടികൾ വിലയുള്ള പഞ്ചനക്ഷത്ര വക്കീലന്മാരാണ്. ബെല്ലാരി കണക്ഷൻസ്, രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇവരൊക്കെ ജാമ്യത്തിലിറങ്ങുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കില്ല, ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കണോ ശ്രീ മഹേഷ് പണിക്കർ? ഇല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഒരേ സമയം ആശങ്കയും അതുപോലെ തന്നെ ചില പ്രതീക്ഷയുമുണ്ട്. കാര്യം ആശങ്ക എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാളിതുവരെയുള്ള അയാളുടെ വിശ്വരൂപത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില ഫോട്ടോ ആയിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. കാര്യം അത്രമാത്രം വലിപ്പമുള്ള ആളുകളുമായിട്ടാണ് അയാൾ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഈ ശബരിമല ബേസ് ചെയ്തിട്ടാണ്. അവിടുത്തെ മുഖ്യ പുരോഹിതനെന്നുള്ള രീതിയിൽ രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും ഉന്നത സിനിമാ ബന്ധവും വ്യവസായ ബന്ധവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത് ഈ കളവ് മൊത്തം അറിയാവുന്ന ഇതിൻ്റെ കിങ് പിന്നായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ ഉറപ്പായിട്ട് ഇതുവരെ നമുക്ക് തൊണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ തൊണ്ടി കിട്ടാത്തടത്തോളം കാലം ഈ ഒരു സാധനം അയാളുടെ കയ്യിലാണ് ഈ കേസ് ഇരിക്കുന്നത്. ഈ തൊണ്ടി കിട്ടിയില്ലെങ്കിൽ കേസിൻ്റെ ഗതി എന്താവും? അപ്പം തൊണ്ടിയുടെ കേസിൽ ഇയാൾ ഇപ്പോൾ പുറത്താണെങ്കിൽ അകത്തുള്ളതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഗൂഢാലോചന നടത്തി ആ തൊണ്ടി പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് വന്നാലും കുഴപ്പമില്ല, ഈ തെളിവുകളൊക്കെ ഇനഫാണ് എന്ന് പറഞ്ഞ ആ ഒരു ആശ്വാസമുണ്ട്. കാര്യം എന്നിരുന്നാലും ഇയാൾ പുറത്തു വന്നത് വളരെ വേദനാജനകമാണ്. സാങ്കേതികത്വമായിട്ട് ശരിയായിട്ടാണെങ്കിലും 90 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണേലും അതൊരു അയ്യപ്പ വിശ്വാസം എന്നുള്ള രീതിയിലും ഈ കേസിനെ ആദ്യം പോലും നമ്മൾ കാണുന്ന ഒരു മലയാള മനസ്സെന്നുള്ള രീതിയിലും നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു അന്വേഷണം അവർക്കറിയാമല്ലോ, അവരുടെ ഒരു ചെറിയ പരാജയമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാര്യം തൊണ്ടി മുതലിൻ്റെ അന്വേഷണം അവർ വളരെ അടുത്ത കാലത്താണ് തൊണ്ടി മുതൽ അല്ലെങ്കിൽ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളിലേക്കുള്ള അന്വേഷണം എത്തിയത്. ഈ പറയുന്ന പൂജകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ പാളികളുടെ ശാസ്ത്രീയ പരീക്ഷണം അങ്ങനത്തെ രീതിയിലുള്ള അതിനകത്തൊക്കെ കുറേ അവ്യക്തതയും കുറേ പരാധീനതകളും അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അത് ശരിയായ രീതിയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സാമ്പിളൊക്കെ എടുത്ത് ചെമ്പ് മാത്രമായിട്ടുള്ള സാമ്പിളൊക്കെ എടുത്ത് അത് പരിശോധിക്കുന്നു എന്ന് അറിയുന്നു. അതിൻ്റെ റിസൾട്ട് വരാനുള്ള വെയിറ്റിംഗ് ആണ്. പക്ഷേ ആ വെയിറ്റിംഗ് ഇതൊക്കെ ആദ്യമേ ചെയ്യായിരുന്നു. ഈ ഒരു കേസ് ഫ്രെയിം ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ആദ്യമേ ചെയ്യായിരുന്നു. അതിനകത്തൊരു ലാഗ് വന്നിട്ടുണ്ട്, അത് കാര്യം. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസ്തൃതിയാണ്. ഈ കേസ് ചെറിയൊരു ധാരപാലക പാളി തുടങ്ങിയിട്ട് പിന്നെ കട്ടയിലോട്ടും കഥകിലോട്ടും കൊടിമരത്തിലോട്ടും വാജിവാഹനത്തിലോട്ടും മണികളിലോട്ടും അങ്ങോട്ടും 98 മുതലുള്ള വിജയമല്യയുടെ കാലം മുതലുള്ള മൊത്തം അവിടുത്തെ ഈ സ്വർണം മാത്രമല്ലല്ലോ, നെയ്യ്. ഇപ്പോൾ വേറൊരു സുനിൽകുമാർ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ ഭാഗത്തായിട്ടുണ്ട് നെയ്ക്കൊള്ള, അതും 30-35 ലക്ഷം രൂപയാണ്. നിസാര അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഒരു അറ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം വിജിലൻസിൻ്റെ അദ്ദേഹം 5 ലക്ഷം രൂപയുടെ മേൽശാന്തിയുടെ റൂമിൽ നിന്ന് ഇപ്രാവശ്യം തന്നെ ഈ സീസൺ ആദ്യം തന്നെ പിടിച്ചതാണ്. അപ്പം ഇങ്ങനത്തെ നിരന്തരമുള്ള കൊള്ളകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാഗം, കാര്യം ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു പാളികളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഇപ്പം ജയിലിൽ കിടക്കുന്നവരോ മാത്രമല്ല, അതിന് പുറത്തും വലിയ ആൾക്കാരുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ ഹാഷ്മി ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് പ്രഗത്ഭരായ ആൾക്കാർ പുറത്തുണ്ട്. അപ്പം അവരിലേക്കൊക്കെ അല്ലെ ആ ദൈവതുല്യർ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം കയറിയിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരിലേക്കൊക്കെ അന്വേഷണം കാലാകാലങ്ങളിലേക്കുള്ള അന്വേഷണം എത്തുമ്പം അതിലേക്കുള്ള ഫ്രെയിമിങ്ങിന് വേണ്ടി അവർക്ക് കുറച്ച് സമയം കൂടെ ഒക്കെ കൊടുക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കയ്യിലാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ തെളിവുകളും ഇവരെന്തൊക്കെയാണ് കണ്ടെത്തിയെന്നുള്ളത്. അപ്പം ഇയാൾ പുറത്തിറങ്ങിയത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ മൊത്തത്തിൽ ശബരിമല മൊത്തത്തിലൊരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക്, കാര്യം 75ാമത്തെ വാർഷികമാണ് ഇപ്പോഴത്തെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ പറഞ്ഞ മെയ് മാസത്തിൽ വരുന്നത്. അപ്പം അത് കാരണം ആ ഒരു ഇതിൽ കംപ്ലീറ്റ് ഈ പറയുന്ന എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആൾക്കാരെയും ഒന്ന് അകത്തേക്ക് കാരാഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു വിശ്വാസം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ പുറത്തിറങ്ങിയെന്നും പറഞ്ഞൊരു വിഷമം ഉണ്ടാകേണ്ട സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.